നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് പകരമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ ചായയുടെ കൂടെ ചായക്കടിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. തട്ടുകടകളിലൊക്കെ മിക്കവാറും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ റവയും അതുപോലെ തന്നെ മുട്ടയുമാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ട ഞാനിപ്പോൾ 2 എണ്ണം എടുക്കുന്നത്, അത് കൂട്ടിയെടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും, അങ്ങനെയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് റവയും അതുപോലെ തന്നെ എഗ്ഗൊക്കെ വെച്ചിട്ട് ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ച് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട്. അതിന് വേണ്ടി നമ്മളൊരു സവാള, പിന്നെ ചെറിയ കഷ്ണം ഈ വലുപ്പം വരുന്ന ക്യാരറ്റ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 4-5 ബീൻസ്, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം സവാള നമ്മൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ ക്യാരറ്റും ബീൻസും ഒന്നും ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ ഇത് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു സവാള എടുത്താൽ മതി എന്നേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യാണ്. നീളത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ചെറിയൊരു കഷ്ണമാണ് എടുത്തത്. അതൊക്കെ നമുക്ക് ആവശ്യം നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ ഇനിയുള്ളത് ബീൻസാണ്, ബീൻസും കട്ട് ചെയ്യാണ്. അപ്പോൾ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിട്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഉഴുന്ന് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നാണ്. അതുകൂടെ ചേർത്ത് ഒന്ന് ഉഴുന്നിൻ്റെ കളർ മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെന്താ നമ്മൾ ബീൻസും ഉണ്ടല്ലോ, ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ബീൻസ് ഉള്ളത് കൊണ്ട് ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ എന്തായാലും നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇപ്പം തന്നെ ഇടണമെന്നില്ല കേട്ടോ, അവസാനം ഇട്ടാലും മതി. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വഴറ്റി കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത്. റവ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഈ സവാളയൊക്കെ നല്ല പോലെ ഇങ്ങനെ വഴന്ന് അങ്ങനെ വരയ്ക്കും. ചില ആൾക്കാർക്ക് അത്ര ഇങ്ങനെ കടിക്കുന്ന പോലെ, ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ക്യാരറ്റൊക്കെ ആണെങ്കിൽ കടിക്കുന്ന പോലെ വേണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ കണ്ടോ നല്ലപോലെ ചുരുങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ച 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി ഈ റവ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചിലപ്പോൾ വറുത്ത റവ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ റവയെല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇത് വറുക്കാത്ത റവയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് വേറെയാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ നമ്മൾ സാധാരണ റവ വറുത്ത് വരണല്ലോ, അതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പം അതിനിടയിൽ നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് 1 ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചില ആൾക്കാർ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർക്കാറുണ്ട്, നെയ്യ് ഇല്ലാതെയും ഉണ്ടാക്കാറുണ്ട്. ഓയിൽ മാത്രം ഉപയോഗിച്ചാലും മതി. അപ്പം ഞാൻ എന്തായാലും നെയ്യും കൂടെ ചേർത്തിട്ട് ഈ റവയൊന്ന് വറുത്തെടുക്കുകയാണ്. റവ നല്ലപോലെ വറുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പുമാവിന് ചെയ്യുന്നത് പോലെ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അല്ലാതെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അതായത് എല്ലാ ഉള്ളിയൊക്കെ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയും ചെയ്ത് നോക്കുക, നല്ല പൊടിയായിട്ട് കിട്ടും. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏതാണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അധികം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ചില ആൾക്കാർക്ക് നല്ല കട്ടയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചിങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണ്. കുറച്ച് സ്ഥലം നമ്മൾ ബാക്കി വെക്കുകയാണ്. എന്തിനാണെന്നല്ലേ നമുക്ക് കാണാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് 2 മുട്ട ആവശ്യമുണ്ട്. ഇതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ആ മാറ്റി വെച്ച സ്ഥലത്തേക്ക് ഈ 2 മുട്ടയും നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പാവിന് കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ ചെയ്യുന്ന അതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഉപ്പുമാവിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ആയിട്ട് വരണം. അപ്പം നമ്മൾ കുരുമുളക് ഇട്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കുരുമുളക് ഇടാതെയും ചെയ്യാം കേട്ടോ. മുട്ടയുടെ കൂടെ കുരുമുളക് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാതെയും ഇരിക്കാം. അപ്പം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം മുട്ടയെല്ലാം നല്ലപോലെ ഉപ്മാവിൻ്റെ കൂടെ മിക്സായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. വേറെ ഒന്നുമല്ല, തേങ്ങയാണ്. ചിരകി വെച്ച തേങ്ങ ഒരു 1/4 കപ്പ്. കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, കുറേ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാണ് നല്ലപോലെ. ഇപ്പോഴും ചെറിയ തീയിലാണ് ഉള്ളത് നമ്മൾ സ്റ്റൗ ഉള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ മുട്ട ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപ്പുമാവ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പഴം വേണം, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര വേണം, അല്ലെങ്കിൽ കടലക്കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ഇതാണെങ്കിലോ ഒരു കറി ഒന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.